നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക രാവും പകലും ചർച്ച ചെയ്തിട്ട് അവസാനം ഹൈക്കമാൻഡ് കെ സുധാകരന് വഴങ്ങി എന്നതിൻ്റെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എന്താണ്? ആളുകൾ പറയുന്നത്, കോൺഗ്രസ്സുകാർ പറയുന്നത്, അല്ലെങ്കിൽ സുധാകരൻ ഫാൻസ് പറയുന്നത് സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിന് സിംഹമായതുകൊണ്ടാണ് എന്നാണ്. സിംഹത്തിനെ അവഗണിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അമ്മയെ പരാജയപ്പെടുമത്രേ. പരാജയപ്പെടാൻ മറ്റു പല കാരണങ്ങളുമുണ്ട്, അതല്ല നമ്മുടെ വിഷയം. സുധാകരൻ ഹൈക്കമാൻഡ് വഴങ്ങിയതിൻ്റെ ഒറ്റ പോയിൻ്റ് രാഷ്ട്രീയ അജണ്ട എന്താണ്? ലളിതമാണത്, പക്ഷേ വലിയ റിയാലിറ്റിയാണ്. സുധാകരൻ BJP-യിൽ പോകും. വെറുതെ പറയുന്നതല്ല, വെറുതെ രാഷ്ട്രീയ ആരോപണമല്ല. മുമ്പ് പോകാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ചയുടെ പല ഘട്ടങ്ങൾ കഴിഞ്ഞ് അമിത്ഷാ വരെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ മാത്രമേ താൻ BJP-യിലേക്ക് വരൂവെന്ന് അന്ന് കെ സുധാകരൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് അന്ന് അത് നടക്കാതെ പോയത്. അത് കഴിഞ്ഞാണ് സുധാകരൻ KPCC അധ്യക്ഷനായത് എന്നതാണ് ഏറ്റവും വിചിത്രവും രസകരവും. ഇത്തവണയും ഹൈക്കമാൻഡിന് മുന്നിൽ സുധാകരൻ വെച്ച ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം, അതാണല്ലോ സ്ട്രാറ്റജി എന്നോ അല്ലെങ്കിൽ സമ്മർദ്ദം എന്നോ ഒക്കെ പറയുമ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായ ആ ഒരു വാക്ക് അത് തന്നെ, ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ BJP-യിൽ പോകും. മുൻ KPCC അധ്യക്ഷൻ, മുൻ മന്ത്രി, നിലവിൽ MP, കേരളത്തിലെ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള നേതാക്കളിൽ ഒരാൾ, അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കെ സുധാകരൻ BJP-യിൽ പോകുകയും BJP-യിൽ പോകാൻ തയ്യാറെടുക്കുകയും BJP സുധാകരനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയമായ നഷ്ടത്തേക്കാൾ രാഷ്ട്രീയമായ അപമാനം, അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അലോസരപ്പെടുത്തിയത്. അവിടെയാണ് VD സതീശൻ്റെയും മറ്റ് നേതാക്കന്മാരുടെയും തടസ്സവാദങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നത്. ആ തടസ്സവാദങ്ങളെ മറികടക്കുന്ന സമ്മർദ്ദതന്ത്രമായി ഞാൻ BJP-യിൽ പോകും എന്ന കെ സുധാകരൻ്റെ കർക്കശമായ നിലപാട് നിന്നു, മേൽക്കൈ നേടി, വിജയിച്ചു. അങ്ങനെയാണ് സുധാകരൻ തീരുമാനിച്ച വാർത്താസമ്മേളനം ഒഴിവാക്കിയത്. ആ വാർത്താസമ്മേളനത്തിൽ താൻ കോൺഗ്രസ് വിടുന്നുവെന്നും BJP-യിൽ പോകുന്നുവെന്നും പ്രഖ്യാപിക്കാൻ സുധാകരൻ ഒരുങ്ങുകയായിരുന്നു എന്നുള്ള വ്യക്തമായ സൂചന, വ്യക്തമായ വിവരം ഹൈക്കമാൻഡിന് കിട്ടി. അതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം എന്നതിനപ്പുറം തീരുമാനമായിരുന്നു താൻ പോവുകയാണ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് നിയമസഭാ സീറ്റ് കിട്ടാതെ നിരാശനായി അല്ലെങ്കിൽ പിണങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായാൽ അദ്ദേഹത്തിന് പോകാൻ അടുത്ത ഓപ്ഷൻ BJP ആണ് എന്ന ഞെട്ടിക്കുന്ന അപമാനകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ വയ്യാതെയാണ് സുധാകരന് കോൺഗ്രസ് വഴങ്ങിയത്. ഏത് സുധാകരനാണ്? ഒരു യുവ നേതാവായ, ആദ്യമായി വരുന്ന നേതാവാണോ? അവസരങ്ങൾ കിട്ടാത്ത നേതാവാണോ? നിലവിൽ MP ആണ്. 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MP ആയ ആളാണ്. നിലവിൽ ലോക്സഭാംഗമാണ്. ലോക്സഭയിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഏത് BJP ഇതര NDA ഇതര രാഷ്ട്രീയ കക്ഷിയുടെയും നേതാവിന് ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കാലമാണ്. ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ, ജനാധിപത്യത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി പൊരുതാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് പാർലമെൻറ്റിൽ ഒരുപാട് ഡ്യൂട്ടികളുണ്ട്, ചുമതലകളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ യാതൊരു ബോധ്യവുമില്ലാതെ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കണം. എന്തിനാണ്? നിയമസഭയിൽ UDF വന്നാലോ, മൂന്നാം ഊഴം LDF-ന് കിട്ടാതെ എങ്ങാനും UDF വന്നാൽ മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രിയാകാൻ കുപ്പായമിട്ട UDF-ലെ, കോൺഗ്രസ്സിലെ 4-5 പേരിൽ ഒരാളാണ് സുധാകരൻ എന്നത് കഴിഞ്ഞ 2-3 വർഷമായി ചർച്ചയിലുള്ള കാര്യമാണ്. അപ്പോൾ MLA ആയാലേ പറ്റൂ, എന്നാലേ ചക്കരക്കുടത്തിൽ കയ്യിടാൻ പറ്റൂ. കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതാണല്ലോ. ഭരണാധികാരികളാവുക എന്നത് കോൺഗ്രസ്സിന് മറ്റു പല താല്പര്യങ്ങളും ഉള്ളതാണ്. രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തെ ഒരു നല്ല സംസ്ഥാനമാക്കി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, നയിക്കാനുള്ള വ്യഗ്രത കൊണ്ടോ അതിൻ്റെ ഒരു വലിയ അഭിമാനം കൊണ്ടോ ഒന്നുമല്ല, മറ്റു പല താല്പര്യങ്ങളുമാവും. അല്ലെങ്കിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണെങ്കിൽ പാർലമെൻറ്റിലാണ് ഈ അവസരം ഉപയോഗിക്കേണ്ട. പാർലമെൻറ്റിൽ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ BJP-യിൽ പോകും എന്ന് ഭീഷണിപ്പെടുത്തി ഒരു കോൺഗ്രസ് നേതാവിന്, എത്ര പ്രമുഖനാണെങ്കിലും, ഹൈക്കമാൻഡിനെ സമ്മർദ്ദതന്ത്രത്തിലാക്കാം, അവരുടെ ലക്ഷ്യം നേടാം, അവരുടെ അജണ്ട
നടപ്പാക്കാം എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ അവസ്ഥ ഏറ്റവും പരിതാപകരവും അപമാനകരവുമാണ്, ആവർത്തിച്ച് പറയാതെ വയ്യ. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഹൈക്കമാൻഡ് അറിഞ്ഞുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഒടുവിൽ നമ്മൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കണ്ടു. രാജ്യസഭയിലേക്കുള്ള BJPയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ, രാജ്യസഭയിൽ BJPയുടെ ഭൂരിപക്ഷം ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വഴങ്ങലുകൾ, വിട്ടുവീഴ്ചകൾ യാദൃച്ഛികമല്ല, കൃത്യമായി നമ്മൾ കാണുന്നതാണ്, മുമ്പും കണ്ടതാണ് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ അതൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന UDFന് അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ള അവരുടെ പ്രതീക്ഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായത് മുൻ KPCC അധ്യക്ഷനും നിലവിലെ MPയുമായ K സുധാകരൻ മത്സരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ BJP പോകും എന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് എന്നുള്ളതാണ്. അത് വീണ്ടും പറയുന്നത് കോൺഗ്രസ് നേതാവ് പിണങ്ങിപ്പോകുന്നത് BJPയിലേക്കാണ് എന്നുള്ള ഉദാഹരണമാണ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം അങ്ങനെ അല്ലാത്ത ഉദാഹരണങ്ങളുണ്ട് എന്നേ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം. ഇപ്പം മുസ്ലിം ലീഗിൽ നിന്ന് അബ്ദുറഹ്മാൻ ഉണ്ടത്താണി എന്ന മുൻ യൂത്ത് ലീഗ് നേതാവ്, മുൻ MLA ഒരു ഘട്ടത്തിൽ മുടക്കി, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. പകരം KM ഷാജി അടക്കമുള്ള പലർക്കും കൊടുക്കുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഉണ്ടത്താണി ഇടതുപക്ഷത്തേക്ക് പോകും എന്നുള്ള പ്രതീതിയാണ് ഉണ്ടായത്. ഒരു ഡിസ്കഷൻ ഉണ്ടായത് ഇടതുപക്ഷവുമായിട്ടാണ്. ഇടതുപക്ഷത്ത് നിന്ന് G സുധാകരനെ പോലെ വലിയൊരു നേതാവ് പരിഭവിച്ച് പിണങ്ങി മാറി നിൽക്കുന്നു. അദ്ദേഹം സ്വീകരിക്കുന്ന പിന്തുണ കോൺഗ്രസിൻ്റെയാണ്. അദ്ദേഹം സ്വതന്ത്രനാവുകയാണ്, നമ്മൾ ന്യായീകരിക്കുകയല്ല, സപ്പോർട്ട് ചെയ്യുകയല്ല. പക്ഷേ അതൊരു ആദർശപരമായൊരു പ്രതിബദ്ധതയുടെ കാര്യമാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയാൽ അവർക്ക് അടുത്ത ഓപ്ഷൻ BJP ആണ് എന്ന നാണം കെട്ട അവസ്ഥ കോൺഗ്രസിനെ എവിടെ എത്തിക്കും? കോൺഗ്രസ് രാഷ്ട്രീയമായി, ആദർശപരമായി, ആശയപരമായി എത്ര ദുർബലമായ ഒരു പാർട്ടിയാണ്. ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ, ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആശയം കോൺഗ്രസിൻ്റെ ഉള്ളിൽ എത്രയോ ചെറുതാണ്, ദുർബലമാണ്. കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി കോൺഗ്രസ് നേതാക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു നേതാവ് പിണങ്ങിയാൽ BJPയിലേക്ക് പോകും എന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നേടാൻ കഴിയുന്നത്. ഇനിയും ഇതൊക്കെ കാണാൻ പോവുകയാണ് ഇന്ത്യ. അതുകൊണ്ട് കോൺഗ്രസ്സിനെ വിശ്വസിക്കാമോ, കോൺഗ്രസ്സിനെ എത്രത്തോളം ആശ്രയിക്കാം എന്നതിൻ്റെ ദിശാസൂചികയായി കൂടി ഈ സംഭവം, സുധാകര സംഭവം മാറുകയാണ് എന്നാണ് നമുക്ക് കൃത്യമായി താക്കീത് ചെയ്യാനുള്ളത്.